നമസ്കാരം. ബി.ജെ.പിക്ക് മൂന്നാം ഊഴം ലഭിക്കും എങ്കിൽ പോലും 400 സീറ്റുകൾ എന്ന സ്വപ്നം എത്തിപ്പിടിക്കാൻ പോലും സാധിക്കില്ല എന്ന പ്രവചനവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് NDTVയുടെ അഭിപ്രായ വോട്ടെടുപ്പ്. NDA 365 സീറ്റുകളും കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള INDA മുന്നണി 122 സീറ്റുകളും നേടും എന്നാണ് NDTV പ്രവചിച്ചിരിക്കുന്നത്. 56 സീറ്റുകൾ ഇരു സഖ്യത്തിലും ഇല്ലാത്ത ഈ INDAയിലോ അല്ലെങ്കിൽ NDA എന്ന മുന്നണിയുടെ ഭാഗമല്ലാത്ത YSRCP, TMC, അതിനോടൊപ്പം തന്നെ BJD തുടങ്ങിയ പാർട്ടികൾ സ്വന്തമാക്കുമെന്നാണ് പറയുന്നത്. എന്നാൽ സർവേയിൽ ഏറ്റവും പ്രസക്തമായ ഒരു ഭാഗം എന്തെന്നാൽ 8 സംസ്ഥാനങ്ങളിലെ ഫലം അവർ കൃത്യമായി പറയുന്നുണ്ട്. ഈ 8 സംസ്ഥാനങ്ങൾ BJP തൂത്തുവാരുമെന്ന് തന്നെയാണ് NDTV അഭിപ്രായപ്പെടുന്നത്. ദേശീയ തലസ്ഥാനമായ ദില്ലി, മോദിയുടെ സ്വന്തം സംസ്ഥാനമായ ഗുജറാത്ത്, വടക്കുകിഴക്കൻ സംസ്ഥാനമായ അരുണാചൽ പ്രദേശ് എന്നിവയുൾപ്പെടെ 8 സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും NDA സമ്പൂർണ്ണ വിജയമായിരിക്കും കരസ്ഥമാക്കാൻ പോകുന്നതെന്നാണ് ഈ അഭിപ്രായ സർവേ പറയുന്നത്. കഴിഞ്ഞ വർഷത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ നവംബറിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ കൂടി വിലയിരുത്തി പറയുമ്പോൾ ഛത്തീസ്ഗഡ്, ഉത്തരാഖണ്ഡ്, ഹിമാചൽ പ്രദേശ്, ദാദ്ര ആൻഡ് നഗർ ഹവേലി, ദമൻ, ദിയു, രാജസ്ഥാൻ എന്നിവിടങ്ങൾ NDA കോട്ടയായി തന്നെ തുടരുമെന്ന് കൂടി പറയുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്തെന്നാൽ ദക്ഷിണേന്ത്യയിൽ BJP പ്രതീക്ഷിക്കുന്ന നേട്ടം അവർക്ക് സ്വന്തമാക്കാൻ സാധിക്കില്ല എന്നുള്ള വിലയിരുത്തൽ കൂടി NDTV നടത്തുന്നുണ്ട്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ മുൻപ് പറഞ്ഞ മിക്ക സംസ്ഥാനങ്ങളിലും BJPക്ക് കാര്യമായ വിജയം നേടിയെടുക്കാൻ സാധിച്ചിരുന്നു. 2019 രാജസ്ഥാനിലെ 25 ലോക്സഭാ സീറ്റുകളിൽ 24 BJPയും അതിനോടൊപ്പം 1 NDAയുടെ സഖ്യകക്ഷിയുമാണ് നേടിയിരുന്നത്. ഈ സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും ചേർന്ന് 72 ജനപ്രതിനിധികളെ MP-മാരെയാണ് ലോക്സഭയിലേക്ക് അയക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ 8 ഇടങ്ങളിലെ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ അത് BJPക്ക് അനുകൂലമാകുമ്പോൾ NDA സഖ്യത്തിന് നൽകുന്ന പ്രതീക്ഷകൾ ചെറുതല്ല. NDTV പോലും BJPക്ക് കൃത്യമായ ഒരു മുൻതൂക്കം പ്രവചിക്കുമ്പോൾ അത് പ്രതിപക്ഷത്തിന്റെ പ്രതീക്ഷകൾക്ക് മേൽ വീഴുന്ന ഒരു ഇരുട്ടടി കൂടിയാണ്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.